ഗംഭീരായിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ സെറ്റപ്പ്? ആന്റി എന്താ കരുതിയത്? ഒരു കാര്യം നടത്തണമെന്ന് തീരുമാനിച്ച അതിന്റെ ടോപ്പ് ക്ലാസ്. അതാണ് ഹരിതയുടെ തീരുമാനം. ആന്റി, ഏതൊക്കെ ടൈപ്പ് ഫോട്ടോസ് ആർക്കൊക്കെ വേണമെന്ന് ആന്റി ഡിസൈഡ് ചെയ്ത് പറഞ്ഞോളൂ. അതൊന്നും വേണ്ട, അത്രയും വലിയ ഡിസിഷൻസ് ഒക്കെ മോക്ക് വിട്ടിരിക്കാം. ഹരിത, ഞങ്ങൾ രണ്ടുപേരുടെയും കുറെ സ്പെഷ്യൽ ഫോട്ടോസ് എടുക്കണം. അതെന്തിനാ? ചുമ്മാ നോക്കിയിരിക്കാൻ. ഫോട്ടോയാവുമ്പോ എന്നെ ചീത്ത പറയാനൊന്നുമില്ലല്ലോ. ഓക്കേ ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ടോപ്പ്. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. നമുക്ക് ഇവിടെ നിൽക്കാം രാജേട്ടാ, അതാ നല്ലത്. അങ്ങോട്ട് നിൽക്കാന്നേ. ഫസ്റ്റ് നമുക്ക് പത്മാന്റെ അങ്കിളും ചേർന്നുള്ള ഫോട്ടോസ് എടുക്കാം. വാ വാ വാ, കം ഓൺ, വാ. ചേട്ടാ, ഇവരുടെ ഫോട്ടോ എടുക്ക. അങ്കിൾ, നോ നാണോ? നാണിക്കൊന്നും വേണ്ട. അതുകൊണ്ട് അങ്കിൾ ഹാപ്പി ആയിട്ട് നിന്നോളൂ. അയ്യോ ആന്റി, ഇത്രയും ഗൗരവം വേണ്ട. ഗൗരവത്തിൽ നിന്ന അങ്കിൾ പേടിക്കില്ലേ? ഗൗരവ് കുറച്ച് ഒന്ന് ചിരിക്കാൻറ്റി. ഒന്ന് പോടാ, തമാശ പോടാന്ന്. ഞാൻ എവിടെ പോവാ? സ്മൈൽ. ആന്റി, അപ്പോ പിന്നെ നമുക്ക് ശത്രുപക്ഷത്ത് നാളെ വിളിക്കാം. ശത്രുപക്ഷത്തുനിന്നോ? ആ, മിസ്റ്റർ ഉദയശങ്കർ ആൻഡ് വന്ദന. നിക്കൂ ശത്രു. ആന്റി, ദേ ഇത് നിങ്ങളെ കല്യാണ ഫോട്ടോ അല്ല കേട്ടോ. നിങ്ങളിപ്പോഴേ അച്ഛനും അമ്മയാണ്. അപ്പോ അതിനുള്ള നാൺ മാത്രം കാണിച്ചാൽ മതി. നാണം കാണിക്കാനൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ നിപ്പുണ്ട്. ഓക്കേ അല്ലേ? സ്മൈൽ പ്ലീസ്. ഓക്കേ. ഡാഡി, സ്മൈൽ. റെഡി? ഓക്കേ. ഇനി വിജയേട്ടനും ചേച്ചി നിന്ന്. വാ 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 വാ, ഇവിടെ തനിക്കൊരു തിളക്കം കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ ഡ്രസ് അല്പം ഡള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും അല്പം ഡള്ള. കിട്ടേണ്ടത് കിട്ടി. ഇനി സ്ഥിരമുള്ള പളിച്ച ചിരിച്ചിരി. റെഡി അല്ലേ? സാർ ഒന്ന്. ഓക്കെ സാർ. ഓക്കെ. ഇപ്പോഴേ സൂര്യ സാർ ഉണ്ടായിരുന്നെങ്കിലേ നല്ല രസമായിരുന്നല്ലേ. ഇതുപോലെ നിങ്ങളെ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കായിരുന്നല്ലേ. ഇപ്പൊ അതവിടെ മര്യാദക്ക് നടക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ അതങ്ങനെ നടന്നോട്ടെ. നമുക്കേ ഇനി നമ്മുടെ മെയിൻ ആളുകളുടെ ഫോട്ടോസ് എടുക്കാം. രഞ്ജിത്ത് ആൻഡ് വേദ വരൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഏയ് നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല. നിങ്ങളൊന്നും പറയില്ല. സാർ, സാറിന്റെ ലെഫ്റ്റ്. ഒന്ന് അടുത്തുനിന്നോ. ഒരു ചെറിയൊരു സ്മൈല്. കുറച്ചും കൂടെ ഒന്ന് ലെഫ്റ്റ്. ഓക്കെ. റെഡി സാർ? ക്യാമറമാൻ ഒരു മിനിറ്റ് സാർ. മുടി ഇങ്ങനെ വെക്കേ. കുറച്ച് ഇങ്ങനെ നിൽക്കട്ടെ. കുരുവി കൂടുപോലെ. വിജയ്, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഞാനിനി ആ സ്ലൈഡൊന്നും ഒരു കുളമാക്കുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെയാണ്. കുറച്ചുകൂടെ ഒന്ന് ചേർന്ന് നോക്കൂ. റെഡി? ഒരു മിനിറ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അടുത്ത് നിന്ന് അടിക്കത്തൊന്നുമില്ല കേട്ടോ. ഷോൾഡർ കൈ വെക്കൂ. ഓക്കെ, കുറച്ചൊന്ന് പ്രൊഫൈലും ഇങ്ങോട്ട് ടേൺ ആയിട്ട്. ഇനി സാർ മാമിനൊന്ന് നോക്കൂ. ഓക്കെ റെഡി? ഓക്കെ, താങ്ക് യു. വാ രാജേട്ടാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. മോളെ, ഇതൊക്കെ കാണുന്നത് തന്നെ നല്ല ചന്തമില്ലേ. ഇന്ന് രാജേട്ടൻ ഇവിടെ തന്നെ നിന്നു. എനിക്കകത്ത് പോയേ പറ്റൂ. അല്ല മോളെ, ഇനി ഫാമിലി ഫോട്ടോ എടുക്കാം.
അപ്പുറത്ത് വിജയ അങ്ങോട്ട് ഉദ്ദേശിച്ചേ. പോകുന്നില്ലേ? അപ്പോ അങ്കിൾ വിജയേട്ടനല്ലേ ഇവിടെ ആന്റിയുടെ അടുത്ത് നിൽക്കണ്ടേ? നിൽക്ക്. അറിയില്ലേ? അങ്ങനെയാണോ? മമ്മി അവിടെ അയ്യോ. നിൽക്ക്. എങ്കിൽ ശരി. വന്ദന ആന്റി ഉദയ അങ്കിളുടെ അടുത്ത് നിൽക്ക്. ചേട്ടാ, അവിടെ അല്ല നിക്കണ്ടേ. ബിസി അങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഞാനേ ഇന്ദ്രജ ആന്റിയുടെ അടുത്ത് അയ്യോ, നിൽക്കാം. ഡാഡി, ഈ മോളും കൂടി അല്ല, ഒന്ന് ഞാൻ നിന്നോട്ടെ. ഇന്ദ്രജയുടെ അടുത്ത് നിൽക്കാം. ഓക്കെ റെഡി സ്മൈൽ ഒന്ന് ശരിക്കൂ. ഓക്കെ നൈസ് താങ്ക് യു. ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മോളെ? അതെങ്ങനെയാ പത്മ? ഒരു ഫാമിലി ഫോട്ടോ എന്ന് പറയുമ്പോ അതിൽ സൂര്യൻ കൂടി വരണ്ടേ? ആ യെസ്. ഉണ്ടാവണോന്ന് അവന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവൻ പോവായിരുന്നു. പ്രത്യേകിച്ച് ഹരിത അവനോട് പറഞ്ഞല്ലേ. നിർബന്ധമായിട്ട് അവനോട് ഇവിടെ ഉണ്ടാവണമെന്ന് ഹരിത പറഞ്ഞതാ. എന്നിട്ടും കേട്ടില്ലേ. അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനിപ്പോ അവനെ വിളിച്ചു വരുത്തി എല്ലാരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ എടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതുവരെ നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് നിൽക്ക്, ഓരോരുത്തരായിട്ട്. അപ്പോഴേക്കും അവനെത്തും. എന്തായാലും അത് വേണം. ആ ഒരു ഫാമിലി ഫോട്ടോ എന്നൊക്കെ പറയുമ്പോ ഒരു മെമ്പറുടെ കുറവ് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ വീട്ടിലുള്ള ഒരാൾ. അളി ഒരു കാര്യം ചെയ്യ്, ചെന്ന് സൂര്യ വിളിക്ക. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഇവരുടെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. മോള് ഫോട്ടോ എടുക്കാൻ പോകുന്നില്ലേ? എന്തിന്? അവരെല്ലാരുടെ ഫോട്ടോ എടുക്കട്ടെ രാജുവേട്ടാ. കുടുംബം ഒന്നിച്ചിട്ടുള്ള ചടങ്ങല്ലേ? ആ കുടുംബത്തിൽ ഞാനില്ലല്ലോ. അത് അവരിടയ്ക്കിടയ്ക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഇതെന്ത് കഷ്ടമാ മോളെ. രാജുവേട്ടന് ഞാനിവിടെ സമാധാനമായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി രാജുവേട്ടൻ പറയുന്നതെല്ലാം കേട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് പത്മ മാഡം കാണണം, അത്രയും ആളുകളുടെ മുൻപിൽ എന്നെ പിടിച്ചിരുത്തി അപമാനിക്കണം.